വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിയാമിസ് ആണ്. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഓണം എക്സാമിലേക്ക്. നിങ്ങൾക്ക് ഓണം എക്സാം ഇല്ല, ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പക്ഷെ എന്നാലും ക്രിസ്മസ് എക്സാമിലേക്കായാലും മോഡലായാലും പബ്ലിക്കിലായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ചാപ്റ്ററാണ് ഇന്ത്യൻ എക്കോണമി ഫ്രം 1950 to 1990. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. വളരെയധികം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന, വെറൈറ്റി രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. സോ ഈ ചാപ്റ്ററിന് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ തരത്തിൽ ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് നമ്മൾ നോക്കാൻ വേണ്ടി വരുവാണ്. അപ്പോൾ ആദ്യം തന്നെ മിസ്സിന് പറയാനുള്ളത് ഒരു മാർക്കിന്റെ ചോദ്യമാണ് അല്ലേ? ഒരു മാർക്കിന്റെ ചോദ്യം. ഗിവ് എ സ്യൂട്ടബിൾ ടേം ഫോർ ദ ഗിവൻ ഐഡിയ ഫിക്സിംഗ് ഓഫ് ദ മാക്സിമം സൈസ് ഓഫ് ലാൻഡ് ഓഫ് എ പേഴ്സൺ കൻ ഹോൾഡ്. മലയാളത്തിൽ ചോദ്യം വായിക്കാൻ നമുക്ക്. നൽകിയിരിക്കുന്ന ആശയത്തിന് അനുയോജ്യമായ പദം നൽകുക. ഒരു വ്യക്തിക്ക് കൈവശം വെക്കാൻ പറ്റുന്ന പരമാവധി ഭൂമിയുടെ അളവ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്തോ ഒരു റിഫോംസ് കൊണ്ടുവന്ന സമയത്ത് അവിടെ ലാൻഡ് കൈവശം വെക്കുന്നതിന് ഒരു ലിമിറ്റ് ഒക്കെ ഗവൺമെന്റ് കൊണ്ടുവന്നു. സർപ്ലസ് ലാൻഡ് ലെസ്, അതായത് നിലമില്ലാത്ത ആൾക്കാർക്ക് പുനർവിതരണം ചെയ്തു കൊടുത്തു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ. സോ ഈ ഒരു വ്യക്തിക്ക് കൈവശം വെക്കാൻ പറ്റുന്ന ലാൻഡിന് ഉള്ള ഒരു പരിധിനെ നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് വിളിക്കും, എക്കണോമിക്സിൽ എന്ത് വിളിക്കും? ലാൻഡ് സീലിംഗ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ലാൻഡ് സീലിംഗ്. ഇത് എന്തുകൊണ്ടാണ് ഒരു മാർക്കിന് ചോദ്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, എല്ലാം 4-5 മാർക്കിന് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. മക്കൾ പഠിച്ച് തന്നെ വെച്ചേക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ ഗോൾസ് ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ്. നെയിം ദ ന്യൂലി ഫോംഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ പ്ലേസ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പം നമുക്കറിയാം, പ്ലാനിംഗ് എന്ന് പറയുന്നത് വളരെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്ലാനിംഗ്, അതായത് നമ്മുടെ പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏവ എന്നുള്ളതാണ്. പഞ്ചവത്സര പദ്ധതി അഥവാ 5 ഇയർ പ്ലാനിന്റെ ഗോൾസ് നമ്മളൊരൊറ്റ കോഡ് വെച്ച് പഠിച്ചിട്ടുണ്ട്. എന്താണ്? ജെംസ്, GEMS. ജെംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? G ഫോർ ഗ്രോത്ത്, E ഫോർ ഇക്വിറ്റി, M ഫോർ മോഡേണൈസേഷൻ ആൻഡ് S ഫോർ സെൽഫ് റിലയൻസ്. എങ്കിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? എക്സ്പ്ലെയിൻ ചെയ്യണം അല്ലേ? ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ഇൻക്രീസ് ഇൻ കൺട്രീസ് കപ്പാസിറ്റി. ഒരു രാജ്യത്തിന് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അളവ് അല്ലെങ്കിൽ ആ കഴിവ് കൂട്ടുക എന്നുള്ളതാണ് ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോഡേണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡോപ്ഷൻ ഓഫ് ന്യൂ ടെക്നോളജി, പുതിയ ടെക്നോളജികൾ അഡോപ്റ്റ് ചെയ്യുക, അതായത് നമ്മൾ സൊസൈറ്റീനെ നോക്കി കാണുന്ന രീതിയും കൂടെ മാറ്റുക എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തന്നെ സെയിം റൈറ്റ് വേണം. 2 രീതിയിൽ മോഡേണൈസേഷൻ പറയാം. പുതിയ ടെക്നോളജി കൊണ്ടുവരുന്നത്, നമ്മുടെ സാമൂഹ്യ ചിന്താഗതി, നമ്മുടെ മനുഷ്യന്റെ ചിന്താഗതി, സോഷ്യൽ ഔട്ട്ലുക്ക് മാറ്റുന്നത് മോഡേണൈസേഷൻ. ഇനി എന്താ? സെൽഫ് റിലയൻസ്. വേറെ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, വിദേശ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കുക. ഇപ്പം നമുക്കറിയാം, നമ്മളെ ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഒരുപാട് ഫോറിൻ കൺട്രീസിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു. അത് കുറയ്ക്കുക. സ്വാശ്രയത്വം അഥവാ സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ആശ്രയിക്കുക. ഇന്ത്യയിൽ തന്നെ ആശ്രയിക്കുക. ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ളത് ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി ഇക്വിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം നീതി എന്നുള്ളതാണ്. ഇക്വാളിറ്റിയും ഇക്വിറ്റിയും രണ്ടാണ് അല്ലേ? അതായത് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തുള്ള എല്ലാ മനുഷ്യർക്കും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ത് ചെയ്യാൻ വേണം? നേടാൻ പറ്റണം. ഭക്ഷണം, പാർപ്പിടം, വെള്ളം, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇതൊക്കെ നേടാൻ പറ്റണം. അതേപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ വളർച്ച ഉണ്ടെങ്കിൽ ആ എക്കണോമിക് പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ ആ വികസനമൊക്കെ എല്ലാ മേഖലയിലേക്കും അല്ലെ, സൊസൈറ്റിയിലെ എല്ലാ മേഖലയിലേക്കും എത്തണം എന്ന് കൂടിയാണ് ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം GEMS പഠിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ 5 മാർക്കിന് ചോദിക്കുന്ന ഈ ഒരു ചോദ്യം വളരെ സിമ്പിളായിട്ട് മക്കൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു ചോദ്യമുണ്ട്. എന്താണ്? നെയിം ദ ന്യൂലി ഫോംഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ പ്ലേസ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് വന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരെന്താണ്? നീതി ആയോഗ്. എന്താണ്? നീതി ആയോഗ്. മനസ്സിൽ വെച്ചേക്കുക. ഇത് അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുവരെയും ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ ഒരു തവണ ഇതേപോലെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ അത് മനസ്സിലേക്ക് വെക്കുക. ഇനി നമുക്കുള്ള ചോദ്യമാണ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഡിഫൈൻ താരിഫ്സ് ആൻഡ് കോട്ട. എന്താണ് താരിഫ്, എന്താണ് കോട്ട എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. എന്താ താരിഫ്? താരിഫ്സ് ആർ ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് ഓൺ ഇമ്പോർട്ട്. ഇമ്പോർട്ടിൽ ഇമ്പോസ് ചെയ്യുന്ന ഡ്യൂട്ടി. എന്താണ് കുട്ടികളെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടാക്സ്. അതായത് നമ്മൾ ഇന്ത്യയിൽ നോക്കുന്ന സമയത്ത് എല്ലാ സാധനങ്ങളും ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇമ്പോർട്ടിൽ നമ്മൾ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞു,
നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ സാധനത്തിന്റെ വില 100 ആണെങ്കിൽ എക്സ്ട്രാ ടാക്സും കൂടെ അടച്ചാലേ അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റൂ. എന്തിനാ? ഈ ഫോറിൻ ഗുഡ്സിനെ എക്സ്പെൻസീവ് ആയിട്ട് കാണിക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് ടാക്സ് അടച്ച് വാങ്ങുക എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കാൻ പോകത്തില്ല, നമുക്ക് വാങ്ങണ്ട എന്നൊരവസ്ഥയിലേക്ക് എത്തും. സോ നമ്മൾ വിദേശത്ത് എന്തെങ്കിലും സാധനം ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ സാധനത്തിന്റെ മേൽ ചുമത്തുന്ന ടാക്സ്, ഡ്യൂട്ടി, അതിനെയാണ് താരിഫ് എന്ന് പറയുന്നത്. ദേ മേക്ക് ഫോറിൻ ഗുഡ്സ് മോർ എക്സ്പെൻസീവ്. ഫോറിൻ ഗുഡ്സ് ചിലപ്പോൾ 100 ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുക കേട്ടോ, എക്സാമ്പിൾ വിചാരിക്കുക. ടാക്സ് ചിലപ്പോൾ ഒരു എക്സ്ട്രാ 100 ഉണ്ടെങ്കിൽ ആ സാധനത്തിന്റെ വില ഇരട്ടിയായി അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യില്ല, ആ സാധനം വാങ്ങാനായിട്ട് ശ്രമിക്കില്ല. ഇനി കോട്ട. എന്താ മക്കളെ കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോട്ട സ്പെസിഫൈ ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് വിച്ച് ക്യാൻ ബി ഇമ്പോർട്ടഡ്. അതായത് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സ്പെസിഫിക് ക്വാണ്ടിറ്റി പറയും. ഇത്ര എണ്ണത്തിൽ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത്ര അളവിൽ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു 10 കിലോ കൊണ്ടുവരികയാണെങ്കിൽ പറയുകയാണ് 5 കിലോ കൂടുതൽ പറ്റില്ല, ബാക്കി 5 കിലോ എന്ത് ചെയ്യും, കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. സോ അങ്ങനെ ഗവൺമെന്റ് എന്ത് ചെയ്തു, ഒരു കടുംപിടുത്തം പിടിച്ചു ഇമ്പോർട്ട് കുറയ്ക്കാനായിട്ട്. അതിനു വേണ്ടി കൊണ്ടുവന്ന 2 പോളിസീസ് ആണ് താരിഫും കോട്ടയും. താരിഫ് എന്ന് പറഞ്ഞാൽ ഗുഡ്സിന്റെ മേലിൽ, എന്ത് ഗുഡ്സ് ആണ്? ഇമ്പോർട്ട് ചെയ്യുന്ന, അല്ലെ, ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ മേൽ ചുമത്തുന്ന ടാക്സ്, നികുതിനെയാണ് നമ്മൾ താരിഫ് എന്ന് വിളിക്കുന്നതെങ്കിൽ കോട്ടയെന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിൽ നമുക്ക് എന്തുണ്ട്, ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതാണ് കോട്ട എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, അനലൈസ് ദ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഓഫ് 1956. 1956 ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന IPRനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. IPR ഫോം ചെയ്തത് സെക്കൻഡ് 5 ഇയർ പ്ലാന്റെ ബേസിലാണ്. 3 കാറ്റഗറിയായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്ന സമയത്ത് സ്റ്റേറ്റ് മാത്രം ഓൺ ചെയ്യുന്ന, അതായത് സ്റ്റേറ്റിന് മാത്രമേ ഉള്ളൂ. സ്ട്രാറ്റജിക് ഇൻഡസ്ട്രീസ് എന്ന് പഠിച്ചിട്ടില്ലേ ബാച്ചിലെ മക്കൾക്ക് എല്ലാം അറിയാം. എന്താ സ്ട്രാറ്റജിക് ഇൻഡസ്ട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? ഡിഫൻസ്, റെയിൽവേ. അവിടെ ഗവൺമെന്റിന് മാത്രമേ ഇൻഡസ്ട്രീസ് തുടങ്ങാനുള്ള അനുവാദം, അവകാശവും ഉള്ളൂ. ഇനി സെക്കൻഡ് കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഇറ്റ് കൺസിസ്റ്റഡ് ഓഫ് ഇൻഡസ്ട്രീസ് വിച്ച് ദ പ്രൈവറ്റ് സെക്ടർ കുഡ് സപ്ലിമെന്റ് ദ എഫേർട്സ് ഓഫ് പബ്ലിക് സെക്ടർ. അതായത് പ്രൈവറ്റിനും പബ്ലിക്കിനും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ രീതിയിൽ കമ്പനികൾ തുടങ്ങാം. പക്ഷേ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് അവിടെ മെയിൻ ആയിട്ടുള്ളത് പബ്ലിക് സെക്ടർ തന്നെയാണ്. ഇനി തേർഡ് കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് പ്രൈവറ്റ് സെക്ടറിലേക്ക് ഉള്ള ഇൻഡസ്ട്രീസ് ആണ് തേർഡ് കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, നമ്മൾ കുറച്ച് സ്പീഡിനാണ് പോവുക, ബിക്കോസ് ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 1.25 മണിക്കൂർ എടുക്കും. അത്ര നേരമുള്ള നിങ്ങൾ ക്ലാസ് കണ്ടിരിക്കില്ല. ഇതൊക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് കേട്ടോ. ഇന്നത്തെ ലൈവിൽ വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മക്കൾക്ക് മനസ്സിലാകും. കാര്യം മനസ്സിലായല്ലോ? IPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രീസിനെ 3 കാറ്റഗറി എടുത്തിരിക്കുന്നതാണ്. ഫസ്റ്റ് കാറ്റഗറി, സെക്കൻഡ് കാറ്റഗറി, തേർഡ് കാറ്റഗറി. ഫസ്റ്റ് കാറ്റഗറിയിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ മാത്രം, സെക്കൻഡ് കാറ്റഗറിയിൽ പ്രൈവറ്റും ഗവൺമെന്റും കൂടെ ഉണ്ട്, തേർഡ് കാറ്റഗറിയിൽ പ്രൈവറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത ചോദ്യം, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഗ്രീൻ റെവല്യൂഷൻ. ഇത് ചാപ്റ്ററിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ചോദ്യമാണ്. എപ്പോഴും ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്. എന്താ പറയുന്നത്? ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് HYV സീഡ്, ഹൈ യീൽഡിംഗ് വെറൈറ്റി സീഡ് ഉപയോഗിക്കുന്നതും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കുന്നത് ഗ്രീൻ റെവല്യൂഷനിലൂടെയാണ് കൊണ്ടുവന്നത്. മോഡേൺ ഇംപ്ലിമെന്റ്സ് ആയിട്ടുള്ള ട്രാക്ടറുകൾ, പമ്പ് സെറ്റ്, ഇതൊക്കെ എവിടുന്നാ വന്നത്? ഗ്രീൻ റെവല്യൂഷന്റെ ഭാഗമായിട്ട് വന്ന ബാക്കിയുള്ള കാര്യങ്ങളാണ്. മാർക്കറ്റിംഗ് ഫെസിലിറ്റി, സാധനങ്ങൾ ഉണ്ടാക്കിയാൽ മതിയോ? കർഷകരെല്ലാം ഉണ്ടാക്കി വെച്ചു, ഇത് എവിടെ കൊണ്ട് വിൽക്കണം? നല്ല മാർക്കറ്റിംഗ് ഫെസിലിറ്റി വേണം അല്ലേ, നല്ല മാർക്കറ്റ് ഒക്കെ വേണം. ആ മാർക്കറ്റിംഗ് ഫെസിലിറ്റി വന്നത് ഗ്രീൻ റെവല്യൂഷനിലൂടെയാണ്. ക്രെഡിറ്റ് ഫെസിലിറ്റി, ഫാമേഴ്സിന് കുറഞ്ഞ പലിശ നിരക്കിൽ എന്ത് കൊടുക്കുക? വായ്പ കൊടുക്കുക, അതായത് ലോൺ കൊടുക്കുക. ഇതൊക്കെ ഗ്രീൻ റെവല്യൂഷൻ കാരണം വന്നതാണ്. ഇത് മാത്രം എഴുതിയാൽ പോരാ, നമ്മൾ എന്ത് എഴുതണം? അതിൻ്റെ ബെനിഫിറ്റ്സും ഡീമെറിറ്റ്സും കൂടെ എഴുതണം. 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രം എഴുതിയാൽ പോരാ, ഇത് രണ്ടും കൂടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് വെക്കണം. എന്തൊക്കെയാണ് ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുപോയ ബെനിഫിറ്റ്സ്? നല്ലതാണ്. HYV സീഡ് വന്നു, ട്രാക്ടർ, പമ്പ് സെറ്റ്, മാർക്കറ്റിംഗ് ഫെസിലിറ്റി, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ കെമിക്കൽ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണിന് പ്രശ്നം വരില്ലേ? വരും. മോഡേൺ ഇംപ്ലിമെന്റ്സ് ആയിട്ടുള്ള ട്രാക്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 10 പേരെടുക്കേണ്ട പണിയല്ലേ ഒരൊറ്റ ട്രാക്ടർ കൊണ്ട് എടുക്കുന്നത്. സോ നല്ല കാര്യങ്ങളും ഉണ്ട്, മോശം കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ബെനിഫിറ്റ്സ് എന്താണ്? സഫീഷ്യൻറ്റ് ഫുഡ് ഗ്രെയിൻസ്, ഇന്ത്യക്ക് ആവശ്യമായതുള്ള എല്ലാം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. വേറെ രാജ്യങ്ങളിൽ ഫുഡിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറഞ്ഞു. ഇൻക്രീസ് മാർക്കറ്റഡ് സർപ്ലസ്. മക്കളെ, മാർക്കറ്റഡ് സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുള്ള ആൾക്കാർ എന്താ മെയിൻലി ചെയ്യുന്നത്? അവരുടെ വീട്ടിലേക്ക് കൃഷി ചെയ്യുക എന്നുള്ളതാണ്. ബാക്കി വന്നാൽ ഒരു മാർക്കറ്റിൽ കൊണ്ട് വിൽക്കും. സോ ഈ ഗ്രീൻ റെവല്യൂഷൻ വന്നതോടുകൂടി കർഷകർക്ക് ഒരുപാട് കൃഷി ചെയ്യാനും ഒരുപാട് ഈൽഡ്, ഫലങ്ങൾ വരാനും വിളവ് കിട്ടാനും ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഒരുപാട് വിളവ് കിട്ടിയപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി? ഇഷ്ടം പോലെ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാൻ വേണ്ടി പറ്റി. അതാണ് മാർക്കറ്റഡ് സർപ്ലസ് എന്ന് പറയുന്നത്. ഗ്രീൻ റെവല്യൂഷൻ വരുന്നതിന് മുന്നേ ഇവർക്ക് അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ഇവർ
വീട്ടിലേക്ക് ഉണ്ടാക്കി വീട്ടിലേക്ക് എടുത്തതിന്റെ ബാക്കി മാർക്കറ്റിൽ കൊണ്ട് വിൽക്കും. പക്ഷേ ഇപ്പൊ മാർക്കറ്റിൽ വിൽക്കാനായിട്ട് ഇവർക്ക് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. കാരണം അത്രയധികം ഗ്രീൻ റവല്യൂഷൻ ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. റെഡ്യൂസ് പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, ഭക്ഷ്യധാന്യങ്ങളുടെ വില വളരെയധികം കുറഞ്ഞു. എനേബിൾ ഗവൺമെന്റ് ടു ക്രിയേറ്റ് ബഫർ സ്റ്റോക്ക്. എന്താ മക്കളെ ബഫർ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡ് ഷോർട്ടേജ് ഉണ്ടാവുമല്ലോ, അതായത് ഫുഡ് കിട്ടാനില്ലാത്തൊരവസ്ഥ, ആ അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ബഫർ സ്റ്റോക്കിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ എടുക്കും. അപ്പോൾ ഒരു രാജ്യത്ത് ഇപ്പം നമ്മൾ വീട്ടിൽ ഫുഡ് കഴിച്ച് ബാക്കി വന്നാലാണ് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമായിരുന്നു. ഫുഡ് ഗ്രെയിൻസ് ഒക്കെ എല്ലാവർക്കും കൊടുത്ത് എല്ലായിടത്തേക്കും പോയി ബാക്കി വരുന്നത് ഗവൺമെന്റ് ബഫർ സ്റ്റോക്ക് ആയിട്ട് മാറ്റി വെച്ചു. ആവശ്യം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എടുക്കാം. സോ അത്രയധികം ഇന്ത്യ ഡെവലപ്പ് ചെയ്തു. എന്നാലോചിക്കേ, അപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ബഫർ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ആവശ്യത്തിലധികം അപ്പോൾ ഫുഡ് ഗ്രെയിൻസിൽ നമ്മൾ എന്തായി, സെൽഫ് സഫീഷ്യൻ്റ് ആയി. ഇനി ഡിമെറിറ്റ്സ്, ഇൻക്രീസ്ഡ് യൂസ് ഓഫ് മെഷീൻ കോസ്റ്റ് അൺഎംപ്ലോയ്മെന്റ് അല്ലേ. ഇപ്പോൾ 10 പേര് എടുക്കുന്ന പണിയായിരിക്കും ഒരൊറ്റ ട്രാക്ടർ എടുക്കുന്നത്. 10 പേരുടെ ജോലി പോയേ. ഇനി ഹൈ ഡോസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ് പോയിസൺ ദ സോയിൽ. ഒരുപാട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ ഉപയോഗിച്ചത് കൊണ്ട് സോയിലൊക്കെ ഫുള്ള് വിഷമായിപ്പോയി. ഇൻക്രീസ് ഡിസ്പാരിറ്റി. ഡിസ്പാരിറ്റി എന്ന് പറഞ്ഞാൽ മക്കളെ ഡിഫറൻസ് ആണ് കേട്ടോ. ആ ഒരു ചെറുത് വലുത് എന്നുള്ളൊരു തരംതിരിവ്. എവിടെയാണ് റിച്ചും പുവറും. റിച്ച് ആയിട്ടുള്ള കുറേ ഫാമേഴ്സ് ഉണ്ട്, പുവർ ആയിട്ടുള്ള കുറേ ഫാമേഴ്സ് ഉണ്ട്. ഇവർ തമ്മിലുള്ള വേർതിരിവ് ഭയങ്കരമായിട്ടും കൂടി. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗ്രീൻ റവല്യൂഷന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇനി ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, സബ്സിഡീനെ സപ്പോർട്ട് ചെയ്യുന്ന ആർഗ്യുമെന്റ്സും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ്. സബ്സിഡി എന്ന് പറയുന്നത് ഗവൺമെന്റ് ഫാമേഴ്സിന് കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ്, ഒരു ഹെൽപ്പാണ്. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, അതിന് എതിരായിട്ട് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഹെൽപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അഗ്രികൾച്ചറിലേക്ക് ആകർഷിതരാവും. അവർ അഗ്രികൾച്ചർ കൃഷി ചെയ്യാനായിട്ട് വരും. എൻകറേജ് ഫാമേഴ്സ് ടു ട്രൈ ന്യൂ സ്ട്രാറ്റജി. പുതിയ സ്ട്രാറ്റജി, പുതിയ മെത്തേഡ്സ് ട്രൈ ചെയ്യാനായിട്ട് ഫാമേഴ്സിനെ പ്രോത്സാഹിപ്പിക്കും. സബ്സിഡി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എന്താ സബ്സിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമേഴ്സിന് കൊടുക്കുന്ന ഒരു ഹെൽപ്പിംഗ് ഹാൻഡാണ്. അതായത് ഇപ്പം വളത്തിന്റെ വില 50 രൂപയാണെങ്കിൽ ചിലപ്പോൾ അത് 25 രൂപയ്ക്ക് കൊടുക്കും. എന്തിനാ? ഇവരെ ഹെൽപ്പ് ചെയ്യാൻ. ഇവർക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പറ്റുമല്ലോ. ഇനി എനേബിൾ പുവർ പേഴ്സൺസ് ടു ബൈ മോഡേൺ അഗ്രികൾച്ചർ ഇൻപുട്ട്. അഗ്രികൾച്ചർ ഇൻപുട്ടിനൊക്കെ വില കുറച്ചത് കൊണ്ട്, സബ്സിഡി കൊടുക്കുന്നത് കൊണ്ട് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റി, മോഡേൺ അഗ്രികൾച്ചർ ഇൻപുട്ടുകൾ വാങ്ങാൻ വേണ്ടി പറ്റി. ടു റെഡ്യൂസ് ദ ഇൻഇക്വാളിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ ഫാമേഴ്സ്. അതായത് റിച്ച് ആയിട്ടുള്ള ഫാമേഴ്സും പുവർ ആയിട്ടുള്ള ഫാമേഴ്സും ഉണ്ട്. ഇവർ തമ്മിലുള്ളൊരു വേർതിരിവ് കുറയ്ക്കാൻ സബ്സിഡിക്ക് കഴിഞ്ഞു. സോ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് സബ്സിഡി അടിപൊളിയാണെന്ന് നമുക്ക് സപ്പോർട്ടിങ് ആർഗ്യുമെന്റിലൂടെ മനസ്സിലാവും. ഇനിയുള്ളത് എഗെയിൻസ്റ്റ് ആണ്. ഇത് കൊള്ളൂല എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർ. എഗെയിൻസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് മേജർ പാർട്ട് ഓഫ് ഫെർട്ടിലൈസർ സബ്സിഡി ഗോസ് ടു ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി. ഈ വളത്തിന് പൈസ കുറച്ച് കൊടുത്ത് ഈ ഫെർട്ടിലൈസർ സബ്സിഡിയുടെ പകുതിയും പോകുന്നത് വളം ഉണ്ടാക്കുന്ന കമ്പനിയിലേക്കാണ്. എക്സ്പെൻഡിച്ചർ ഓഫ് ഗവൺമെന്റ് ഓൺ സബ്സിഡി ഈസ് വെരി ഹൈ. ഗവൺമെന്റ് സബ്സിഡിയിൽ ചെലവഴിക്കുന്നത് ഭയങ്കര കൂടുതലാണ്. ഫെയിലർ ഇൻ അലോക്കേഷൻ ഓഫ് സബ്സിഡി ടു റിയൽ ബെനിഫിഷ്യറീസ്. അതായത് ഇത് ആവശ്യമുള്ള ആൾക്കാർക്ക് കിട്ടുന്നില്ല. അതങ്ങനെയാണല്ലോ ഇന്ത്യയിൽ. ആവശ്യമുള്ള ആൾക്കാർക്ക് കിട്ടൂല, ആവശ്യമില്ലാത്തവർക്കാണ് കിട്ടുന്നത്. അപ്പം സബ്സിഡി ആവശ്യമുള്ള ആൾക്കാരിലേക്ക് എത്തുന്നില്ല. അവിടെ അഴിമതിയും കാര്യങ്ങളൊക്കെ നടക്കും. അത് വലിയൊരു പ്രശ്നമാണ് അല്ലേ. ഇനി ഈ ഭാഗത്ത് നിന്ന് ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള അവസാനത്തെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ലാൻഡ് റിഫോംസ്. എന്താ ലാൻഡ് റിഫോംസ്? ലാൻഡ് റിഫോംസിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഒന്നാമത്തേന്ന് പറയുന്നത് അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ് ലൈക്ക് ജമീന്ദാരീസ്. ജമീന്ദാറുകളെ പോലെയുള്ള ഇന്റർമീഡിയറീസ്, അതായത് എന്താ, ഇടനിലക്കാരെ ഒഴിവാക്കുക. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ടു ദ ടില്ലർ. അതായത് മണ്ണിൽ പണിയെടുക്കുന്ന ആരാണോ അവർക്ക് ലാൻഡ് കൊടുക്കുക. ഫിക്സിംഗ് സീലിംഗ് ഓൺ അഗ്രികൾച്ചറൽ ഹോൾഡിംഗ്സ് ആൻഡ് ഡിക്ലെയറിംഗ് ലാൻഡ് അബോവ് സീലിംഗ് ആസ് സർപ്ലസ് ലാൻഡ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത്. എന്താണ്? ആൾക്കാരെന്ന് പറയുന്നത് ഈ ഓണേഴ്സിന് ഭൂമി കൈവശം വെക്കാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഈ ലിമിറ്റിൽ കൂടുതൽ കൈവയ്ക്കുകയാണെങ്കിൽ ഗവൺമെന്റ് അത് വാങ്ങിച്ചിട്ട് അത് സർപ്ലസ് ലാൻഡായിട്ട്, മിച്ച ഭൂമിയായിട്ട് ഡിക്ലെയർ ചെയ്യും. ഈ മിച്ച ഭൂമി ഈ ലാൻഡ് ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ അവർക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. സോ നമുക്ക് കൈവശം വെക്കാൻ പറ്റുന്ന ലാൻഡിന് ഒരു ലിമിറ്റ് ഉള്ളതിനെ നമ്മൾ എന്താ വിളിക്കുക? ലാൻഡ് സീലിംഗ് ആണെന്നാണ് വിളിക്കുക. ഇത്രയും പോയിന്റ്സ് ആണ് ലാൻഡ് റിഫോംസിലുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മക്കള് ഈ 1950
ടു 1990 എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി 5 ഇയർ പ്ലാൻ്റെ ഗോൾസ്, ഗ്രീൻ റെവല്യൂഷൻ, ലാൻഡ് റിഫോംസ് എന്ന ഭാഗങ്ങളാണ് ചർച്ച ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. സോ മക്കളെ, ഓൾ ദി ബെസ്റ്റ്.